യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്. യഹോവയിങ്കിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാടെന്തെന്നാൽ, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക. അവിടെ വെച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും. അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. എന്നാൽ കുശവൻ തനിക്ക് തോന്നിയതുപോലെ ആ മണ്ണിനെ മറ്റൊരു പാത്രമാക്കി തീർക്കുവാൻ ഇടയായി തീർന്നു. മണ്ണിനെ കൂടാതെ കുശവനുമില്ല, കുശവനെ കൂടാതെ പാത്രവുമില്ല. ഒന്നുകൂടി ഞാൻ പറയട്ടെ, മണ്ണിനെ കൂടാതെ കുശവനുമില്ല, കുശവനെ കൂടാതെ പാത്രവുമില്ല. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവായ യേശു തമ്പുരാൻ പറഞ്ഞത്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. എന്നിലൂടെ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനായിട്ട് കഴിയുകയുള്ളൂ. അതുപോലെ കർത്താവ് പറയുന്നു, നമ്മളോട് പറയുന്നു, പ്രിയമുള്ളവരെ, നിങ്ങളിലൂടെയാണ്, ഞാനും നിങ്ങളും എന്ന വ്യക്തികളിലൂടെയാണ് ദൈവത്തിന് സംസാരിക്കുവാനും സഞ്ചരിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ളത്. ഈ ലോകത്തിൽ യേശു തമ്പുരാൻ സഞ്ചരിക്കുന്നതും പ്രവർത്തിക്കുന്നതും സംസാരിക്കുന്നതും എന്നിലൂടെയും നിങ്ങളിലൂടെയുമാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങളൊരു രോഗിയുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് സൗഖ്യം വരുവാനിടയായിത്തീരുന്നു. കാരണം കർത്താവിന് പ്രവർത്തിക്കുവാനായിട്ടുള്ളത് നമ്മളിലൂടെയാണ്. കർത്താവ് പ്രവർത്തിക്കുന്നത് എന്നിലൂടെയും നിങ്ങളിലൂടെയുമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, നമ്മെ നമ്മുടെ ദൈവത്തിന് ആവശ്യമുണ്ട്. ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പ്ലാനുണ്ട്. ആമേൻ. കർത്താവിന് നമ്മളെക്കുറിച്ച് ആവശ്യമുണ്ട്. ആമേൻ. കർത്താവ് നമ്മളോട് പറയുക, കുഞ്ഞേ, എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മെ ഓരോരുത്തരെ കൊണ്ടും നമ്മുടെ വലിയവനായ ദൈവത്തിനൊരാവശ്യമുണ്ട്. മറന്നു പോകരുത്. ദൈവം സംസാരിക്കുന്നത്, ദൈവം പ്രവർത്തിക്കുന്നത്, ദൈവം ചെയ്യുന്നതൊക്കെയും എന്നിലൂടെയും നിങ്ങളിലൂടെയുമാണ്. അതുകൊണ്ട് ദൈവത്തിന് നമ്മെ കൊണ്ട് ആവശ്യമുണ്ട്. നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു പ്ലാനുണ്ട്. ആമേൻ. നാം ഓരോരുത്തരും പറയുക, എന്നെക്കുറിച്ച് എൻ്റെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, എന്നെക്കുറിച്ച് എൻ്റെ ദൈവത്തിനൊരു പ്ലാനുണ്ട്. അതെൻ്റെ ദൈവം എന്നിലൂടെ നിവർത്തിക്കുക തന്നെ ചെയ്യും. ഇവിടെ നാം വായിച്ച വാക്യത്തിലേക്കൊന്ന് നോക്കിക്കേ. യിരെമ്യാ പ്രവാചകനെ യഹോവയായ ദൈവം ഒരു കുശവന്റെ ഭവനത്തിലേക്ക് അയക്കുകയാണ്. ആ കുശവന്റെ ഭവനത്തിലേക്ക് യിരെമ്യാവ് ചെന്നപ്പോൾ ആ കുശവൻ തൻ്റെ പണിശാലയിൽ ഇരുന്നു കൊണ്ട് മനോഹരമായ ഒരു കളിമൺ പാത്രം നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പ്രവാചകൻ വളരെ ജിജ്ഞാസയോടുകൂടി ആ കുശവന്റെ ജോലിയെ നോക്കിക്കൊണ്ടിരിക്കുന്നു. കുശവൻ ആ കളിമണ്ണ് കൊണ്ട് അദ്ദേഹം ഇങ്ങനെ മനോഹരമായ പാത്രങ്ങൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്. തൻ്റെ കൈകൾ അതിനനുസരിച്ച് ഇങ്ങനെ ചലിച്ചു കൊണ്ടിരിക്കുന്നു. വളരെ മനോഹരമായ പാത്രങ്ങൾ ആ കുശവൻ അവിടെ പണിതുകൊണ്ടിരിക്കുന്നു. അതൊക്കെ നോക്കി വളരെ ആകാംക്ഷയോടെ പ്രവാചകൻ നിൽക്കുമ്പോൾ ഇതാ കുശവൻ കുറച്ച് മണ്ണെടുത്തു അത് താൻ ആ കളിമൺ പാത്രം ഉണ്ടാക്കുവാനായിട്ട് തുടങ്ങി. മനോഹരമായൊരു പാത്രം ഉണ്ടാക്കുവാനായിട്ട് തുടങ്ങി. ഇങ്ങനെ തൻ്റെ കൈകൾ ചലിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് വളരെ പെട്ടെന്ന് ആ കുശവന്റെ കയ്യിലിരുന്ന കളിമൺ പാത്രം അങ്ങുടഞ്ഞുപോയി. പ്രതീക്ഷിക്കാത്ത സമയത്ത്, ഒരിക്കലും ചിന്തിക്കാത്ത സമയത്ത് മനോഹരമായി പണിതുകൊണ്ടിരുന്നതായ ആ പാത്രം കുശവന്റെ കയ്യിലിരുന്നുടഞ്ഞുപോയി. അത് മനോഹരമായൊരു പാത്രമായിട്ട് അത് കയറി വരികയായിരുന്നു. ആ സമയത്ത് പാതി വഴിയിൽ
അതിൻ്റെ പണി പൂർത്തിയാകുന്നതിന് മുൻപ് കുശവന്റെ കയ്യിലിരുന്ന ആ പാത്രം തകർന്നുപോയി. പ്രിയപ്പെട്ടവരെ, നാം ഒന്ന് ചിന്തിച്ചേ. അത് കണ്ടുകൊണ്ട് നിന്നതായ, ആകാംക്ഷയോടെ നോക്കിക്കൊണ്ട് നിന്നതായ ആ പ്രവാചകന്റെ വായിൽ നിന്ന് ഒരുപക്ഷെ ഒരു വാക്ക് വന്നു കാണും, അയ്യോ, വളരെ മനോഹരമായി പണിതുകൊണ്ടിരുന്ന പാത്രമാണല്ലോ, അതിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിന് മുൻപ് പ്രതീക്ഷിക്കാത്ത സമയത്ത് പാതി വഴിയിൽ അത് ഉടഞ്ഞു പോയല്ലോ, അത് തകർന്നു പോയല്ലോ. എന്നാൽ കുശവൻ നോക്കി നിൽക്കുമ്പോൾ കുശവന്റെ കണ്ണിന്റെ മുൻപിൽ വെച്ച് ആ പാത്രം തകർന്നുപോയി. പാതി വഴിയിൽ വെച്ചത് തകർന്നുപോയി. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മൾ എന്തോ പറയും, അയ്യോ, അത് തകർന്നു പോയല്ലോ, അതില്ലാതായി പോയല്ലോ, അതിൻ്റെ അവസ്ഥ ഇങ്ങനെയായി പോയല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. കർത്താവായ യേശു തമ്പുരാന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ തൻ്റെ സ്നേഹിതനായ ലാസറിന്റെ കല്ലറയുടെ അരികിലേക്ക് നമ്മുടെ കർത്താവായ യേശു തമ്പുരാൻ ചെല്ലുമ്പോൾ സഹോദരി മാർത്ത ഓടി വന്ന് നമ്മുടെ കർത്താവിനോട് പറയുന്നു, കർത്താവേ, മരിച്ച് നാറ്റം വെച്ച അവസ്ഥയിലാണ്, ഇനി ആ കല്ലറക്കരികിലേക്ക് പോയത് കൊണ്ട് കാര്യമില്ല. കർത്താവെ, മരിച്ച് നാറ്റം വെച്ചു, ഇനി എന്തിനാ കർത്താവെ ആ കല്ലറയുടെ അരികിലേക്ക് പോകുന്നത്? യേശു തമ്പുരാൻ ആ സഹോദരിയോട് പറയുകയാ, മാർത്തയെ, സഹോദരിയെ, നീ എന്തിനാണ് ഭാരപ്പെടുന്നത്? മരിച്ച് നാറ്റം വെച്ചു എന്നുള്ളത് നിന്റെ മാത്രം മൂക്കിന്റെ പ്രശ്നമാണ്. മരിച്ച് നാറ്റം എന്നുള്ളത് നിന്റെ മാത്രം മൂക്കിന്റെ പ്രശ്നമാണ്. എന്നാൽ നമ്മുടെ കർത്താവായ യേശു തമ്പുരാന്റെ മൂക്കിൽ മരണത്തിൻ്റെ മണമല്ല വരുന്നത്. ആ മൃതശരീരത്തിന്റെ നാറ്റമല്ല കർത്താവിന്റെ മൂക്കിലേക്ക് വരുന്നത്. കർത്താവിന്റെ മൂക്കിലേക്ക് വരുന്നത് ഉയർപ്പിന്റെ മണമാണ്. കർത്താവിന്റെ മൂക്കിലേക്ക് വരുന്നത് ജീവന്റെ മണമാണ്. തകർന്നു പോയതിനെ, വഴിമധ്യേ ഇല്ലാതായി ഉടഞ്ഞു പോയതിനെ, പണിതുകൊണ്ടിരിക്കുമ്പോൾ തകർന്നു പോയതിനെ പുതുക്കി പണിയുന്നതായ ഒരു കുശവന്റെ മൂക്കിന്റെ മണം ജീവന്റെ മണമാണ്. യേശു തമ്പുരാൻ പറയും, സഹോദരിയെ, മരിച്ചു നാറ്റം വെച്ചു എന്നുള്ളത് അതെ നിന്റെ അനുഭവത്തിൽ നിന്ന്, നിന്റെ സാഹചര്യം കൊണ്ട് നീ ചിന്തിച്ചു പോകുന്നതാണ്, നീ പറഞ്ഞു പോകുന്നതാണ്. എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ മൂക്കിന്റെ മണം ജീവന്റെ മണമാണ്, ഉയർപ്പിന്റെ മണമാണ്. ആമേൻ. നിനക്ക് അതേ ഈ മരിച്ച് നാറ്റം വെച്ചു എന്ന് പറയുന്ന കല്ലറയുടെ മുൻപിൽ നിൽക്കുമ്പോൾ നിനക്ക് ചിന്തിക്കുവാൻ കഴിയാത്ത, ആമേൻ, നിനക്ക് പറയുവാൻ കഴിയാത്ത ചിലത് ഇപ്പോൾ അവിടെ നടക്കുമെന്ന് പ്രിയപ്പെട്ടവളെ നീ മനസ്സിലാക്കണം. ഇന്ന് ഈ പകൽക്കാലം പറയട്ടെ പ്രിയപ്പെട്ടവരെ, ആമേൻ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ തകർന്ന അനുഭവങ്ങൾ ഉണ്ടായേക്കാം. ആമേൻ, ഈ തകർച്ചയുടെ അനുഭവത്തിലായിരിക്കാം നമ്മളായിരിക്കുന്നത്. അയ്യോ, പാതി വഴിയിൽ തകർന്നു പോയല്ലോ, അത് പണി പൂർത്തീകരിക്കുന്നതിന് മുൻപ് അതില്ലാതായി പോകുകയാണല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. എന്നാൽ ഇന്ന് പകൽക്കാലം നമ്മുടെ കർത്താവ് പറയുന്നു, പ്രിയപ്പെട്ടവരെ, അതിനെ പുതുക്കി പണിയുവാൻ എനിക്ക് കഴിയും. ഹല്ലേലൂയ, ആമേൻ. അതിനെ ഒരു പുതിയ മാനപാത്രമാക്കി പണിയുവാൻ എനിക്ക് കഴിയും. നിനക്ക് ചിന്തിക്കുവാൻ കഴിയാത്ത, നിനക്ക് പറയുവാൻ കഴിയാത്ത ഒരു പുതിയ മാനപാത്രമാക്കി അതിനെ പണിതുയർത്തുവാനായിട്ട് എനിക്ക് കഴിയും. ഹല്ലേലൂയ, ആമേൻ. ഒരുപക്ഷെ ലോകം പറയും, ഇല്ല, ഇവിടം കൊണ്ട് അവൻ അവസാനിച്ചു, ഇവിടം കൊണ്ട് അവൾ അവസാനിച്ചു, ഇനി അവർക്കൊരു തിരിച്ചുവരവില്ല, ഇനി അവർക്കൊരു സൗഖ്യമില്ല, ഇനി അവർക്കൊരു വിടുതലില്ല. ഒരുപക്ഷെ മെഡിക്കൽ സയൻസ് പോലും പറയും ഇനി ജീവിതത്തിലേക്കൊരു മടങ്ങി വരവില്ലെന്ന്. എന്നാൽ ഇന്ന പകൽക്കാലം ചങ്കിൽ കൈവച്ച് വിശ്വസിച്ച് പറയണം, എൻ്റെ യേശു തമ്പുരാൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നത് കൊണ്ട് തകർന്നു പോയ എൻ്റെ ജീവിതത്തെ പുതുക്കി പണിയുവാൻ എൻ്റെ തമ്പുരാന് കഴിയും. ഹല്ലേലൂയ. തകർന്നു പോയതിനെ പുതുക്കി പണിയുവാൻ കഴിയുന്ന ഒരു കുശവനെയാ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും വിശ്വസിക്കുന്നത്. പാതി വഴിയിൽ തകർന്നു പോയതിനെ എറിഞ്ഞു കളയുന്ന കുശവനല്ല, ആ മണ്ണിനെ വീണ്ടും തൻ്റെ കയ്യിലേക്ക് എടുത്തു.
ആ കുശവൻ ആ മണ്ണിനെ വീണ്ടും തൻ്റെ കയ്യിലേക്ക് എടുത്തു, മറ്റൊരു പുതിയ പാത്രമാക്കി അതിനെ മാറ്റുകയാണ്. യിരെമ്യാവിൻ്റെ കണ്ണിൽ ആ കളിമണ്ണ് ചീത്തയായിപ്പോയി. പക്ഷേ കുശവന്റെ കണ്ണിൽ ആ പാതി വഴിയിൽ തകർന്നു പോയതിനെ എങ്ങനെ പുതിയൊരു പാത്രമാക്കി മാറ്റാമെന്ന് ചിന്തിച്ചിട്ട് തൻ്റെ കയ്യിൽ ഉടഞ്ഞു പോയ മണ്ണെടുത്ത് പുതിയൊരു പാത്രമായി അതിനെ രൂപാന്തരപ്പെടുത്തുകയാ. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ ദൈവവചനം പറയുന്നു, തനിക്ക് തോന്നിയതുപോലെ, എനിക്കും നിങ്ങൾക്കും തോന്നിയതുപോലെയല്ല കേട്ടോ, നമ്മുടെ കർത്താവിന് തോന്നിയതുപോലെ അവനതിനെ പുതിയൊരു പാത്രമാക്കി പണിതെടുക്കുകയാണ്. ഇതുവരെ ഇങ്ങനെ ചിന്തിച്ച് നോക്കിക്കേ, കുശവന്റെ കയ്യിൽ കൊണ്ട് താൻ പണിതുകൊണ്ടിരുന്ന പാത്രങ്ങളൊക്കെയും ഒരേ രൂപത്തിലായിരുന്നുവെങ്കിൽ ഉടഞ്ഞുപോയ പാത്രം വീണ്ടും താൻ പണിതപ്പോൾ ഒരു പുതിയ പാത്രമായിട്ടാണ് അതിനെ പുതുക്കി പണിതത്. ഇതുവരെ ഉണ്ടാക്കിയ പാത്രം പോലെയല്ല, ഒരു പുതിയ പാത്രം, ഒരു പുതിയ മനോഹരമായ പാത്രമായിട്ടാണ് കുശവൻ അതിനെ പുതുക്കി പണിയുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷേ ഞാനും നിങ്ങളും ചില രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരായിരിക്കാം. ആമേൻ. ജീവിതത്തിൻ്റെ ചില വേദനകൾ നമ്മുടെ ഹൃദയത്തെ ഇന്ന് അലട്ടുന്നുണ്ടായിരിക്കാം. ആരോടും പറയുവാൻ കഴിയാത്ത, ആരോടും പങ്കുവെക്കുവാൻ കഴിയാത്ത ചില വേദനകൾ ഒരുപക്ഷെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്നവരാണെങ്കിൽ, ഈ പകൽക്കാലം എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ആ കുശവന്റെ കയ്യിലേക്ക് ഒന്ന് താണിരുന്നു കൊടുത്തേ. നമ്മുടെ തമ്പുരാനായ യേശു തമ്പുരാനായ കുശവന്റെ കയ്യിലേക്ക് ഒന്ന് താണേൽപ്പിച്ചു കൊടുത്തേ. നീ ഞെട്ടിക്കുന്ന രീതിയിൽ നിന്നെ പണിതെടുക്കുവാൻ നിന്റെ കർത്താവ് ശക്തനാകട്ടോ. ഹല്ലേലൂയ, ആമേൻ. കർത്തന്റെ കരങ്ങളിലേക്ക് ഇന്ന് പകൽക്കാലം ഒന്ന് താണേൽപ്പിച്ചു കൊടുത്തേ. അപ്പാ, എന്നെ നീ പുതിയൊരു മാനപാത്രമാക്കി പണിതെടുക്കണമേ. തകർന്നിരിക്കുകയാണപ്പാ, തകർന്നു പോയി അപ്പാ, എൻ്റെ ഹൃദയം വേദനിക്കുന്നപ്പാ, എൻ്റെ മനസ്സ് നീറുന്നപ്പാ, എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നപ്പാ, എൻ്റെ ആശ്രയം നീ മാത്രമാണപ്പാ. അപ്പൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. തകർന്നു പോയ പാത്രത്തെ പുതുക്കി പണിയുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ തമ്പുരാൻ കർത്താവ്, ഒരപ്പൻ നമുക്കുണ്ട്. ഹല്ലേലൂയ. അവൻ നമ്മെ പുതുക്കി പണിയും. പ്രൈസ് ദി ലോർഡ്. അവൻ നിന്നെ പുതുക്കി പണിയും. ഇന്ന് പകൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവം തിരഞ്ഞെടുത്തവന്റെ വടി തളിർക്കുക തന്നെ ചെയ്യും. ഉണങ്ങി വരണ്ട അനുഭവത്തിലും നിനക്ക് ജീവൻ നൽകുവാൻ കഴിയുന്ന ഒരു തമ്പുരാൻ നിനക്ക് വേണ്ടി ജീവിക്കുകയാണ്. ഹല്ലേലൂയ. ധൈര്യത്തോടെ വിശ്വസിച്ചേറ്റു പറയ്, എന്നെ എൻ്റെ തമ്പുരാൻ ഒരു മാനപാത്രമായി പുതുക്കി പണിയും. എൻ്റെ തമ്പുരാൻ ഞാൻ തകർന്നു പോകുവാൻ, ഞാൻ തളർന്നു പോകുവാൻ, ഞാൻ ക്ഷീണിച്ചു പോകുവാൻ എൻ്റെ തമ്പുരാൻ സമ്മതിക്കത്തില്ല. എൻ്റെ തമ്പുരാൻ എന്നെ പുതുക്കി പണിയും. ഈ വേദനകൾ എന്നെ തകർത്ത് കളയത്തില്ല, ഈ രോഗം എന്നെ തകർത്ത് കളയത്തില്ല, ഈ കഷ്ടത എന്നെ ഇല്ലായ്മ ചെയ്യത്തില്ല. എൻ്റെ തമ്പുരാൻ എന്നെ പുതുക്കി പണിയും. ഹല്ലേലൂയ. എന്നെ എൻ്റെ ദൈവത്തിന് ആവശ്യമുണ്ടെന്നേ, എൻ്റെ ദൈവത്തിന് ആവശ്യമുള്ളത് കൊണ്ട് എൻ്റെ അപ്പൻ്റെ കരത്തിന് കീഴിൽ ഞാൻ താണേൽപ്പിച്ചു കൊടുക്കുകയാ. ആ കളിമണ്ണ് തകർന്നു പോയി, പക്ഷേ അതിനെ തനിക്ക് തോന്നിയതുപോലെ ഒരു പുതിയ പാത്രമായി പുതുക്കി പണിത തമ്പുരാൻ, പുതുക്കി പണിത തമ്പുരാൻ. ആ തമ്പുരാൻ എനിക്ക് വേണ്ടി ജീവിക്കുകയാ. ആ തമ്പുരാന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തേ പ്രിയപ്പെട്ടവരെ. ആ തമ്പുരാന്റെ കരങ്ങളിലേക്ക് ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്ക്. ഈ പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്ക്. തമ്പുരാനേ, ഞാൻ തകർന്നിരിക്കുന്നപ്പാ, എന്നെ ഒന്ന് പുതുക്കി പണിയണമേ. എൻ്റെ കുടുംബത്തെ ഒന്ന് പുതുക്കി പണിയണമേ. എൻ്റെ പ്രിയപ്പെട്ടവനെ ഒന്ന് പുതുക്കി പണിയണമേ. എൻ്റെ കുഞ്ഞുങ്ങളെ ഒന്ന് പുതുക്കി പണിയണമേ. എൻ്റെ കർത്താവേ, ഞാൻ താണിരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നപ്പാ, ഈ വേദനയൊന്ന് നീക്കി തരണമേ, ഈ കഷ്ടതയൊന്ന് നീക്കി തരണമേ, ഈ കണ്ണുനീരിൻ്റെ അനുഭവം ഒന്ന് മാറ്റിത്തരണമേ. ഏത് തകർന്ന അവസ്ഥയിലും, ലോകം നിന്നെ കൈവിട്ടാലും, ലോകക്കാർ നിന്നെ കൈവിട്ടാലും, മെഡിക്കൽ സയൻസ് നിന്നെ കൈവിട്ടാലും, ആമേൻ, ആരെല്ലാം നിന്നെ തള്ളിക്കളഞ്ഞാലും ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്തൊരപ്പൻ നിനക്കുണ്ട്. ഹല്ലേലൂയ. അപ്പൻ്റെ കരങ്ങളിലേക്ക് ഇന്നീ പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാമോ? ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകൽക്കാലം വചനം കേട്ട ഈ നിന്റെ ജനത്തിനു വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുകയാ. കർത്താവേ, വചനം
ജീവനും ചൈതന്യമുള്ളതായി ഈ ജനത്തിൻ്റെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ നീ ആമേൻ എത്തിച്ചു കൊടുത്ത കൃപയ്ക്ക് വേണ്ടി സ്തോത്രം കർത്താവേ. വചനം കേൾപ്പാനായിട്ട് നിന്റെ സന്നിധിയിലായിരിക്കുന്ന ഈ മക്കൾ വളരെ വേദനയോടെ ഇരിക്കുന്നവരുണ്ട്, രോഗത്തോടെ ഇരിക്കുന്നവരുണ്ട്, ഭാരത്തിലും കഷ്ടതയിലും കണ്ണുനീരിലും ഇരിക്കുന്നുണ്ട്. അപ്പച്ച ഏഴയായ അടിയനെൻ്റെ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു, ഇന്ന് ഈ വചനം കേൾക്കുന്ന നിന്റെ ജനത്തിനോട് യേശുവേ നീ ഇടപെടണമേ അപ്പാ. ആമേൻ. കാൽവരി മരക്കുരിശിൽ ഞങ്ങൾക്ക് വേണ്ടി തുളയ്ക്കപ്പെട്ട എൻ്റെ അപ്പൻ്റെ തിരുക്കരം നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ നീ വിരിച്ച് അവരുടെ ശരീരത്തെ തൊട്ട് അപ്പൻ്റെ പുണ്യാഹ രക്തത്താൽ നിന്റെ മക്കൾക്ക് നീ സവിക്കും നൽകിയാട്ട കർത്താവേ. ജീവിതത്തിൻ്റെ വേദനകളെ മാറ്റിക്കൊടുത്താട്ടയപ്പാ. കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ ഇറങ്ങി വന്ന് പ്രവർത്തിച്ചാട്ടയപ്പാ. കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിയാട്ട കർത്താവേ. ഇന്ന പകൽ എൻ്റെ യേശു തമ്പുരാന്റെ വിടുതൽ ഹല്ലേലൂയ ഈ നിന്റെ ജനം അനുഭവിക്കട്ടെ അപ്പാ. അപ്പാ സന്നിധിയിൽ പൊടിയോളം താഴ്ന്ന കർത്താവേ, കുശവന്റെ കയ്യിലെ കണിമണ്ണ് പോൽ നീ ഞങ്ങളെ പണിതെടുക്കണമേ അപ്പാ. പുതിയൊരു മാനപാത്രമായി രൂപാന്തരപ്പെടുത്തണമേ അപ്പാ. അപ്പാ നീ അല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല അപ്പാ. പൊടിയോളം താഴുകയാ യേശു തമ്പുരാന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.